തെരഞ്ഞെടുപ്പിൽ ഞാൻ അവനെ എതിർത്ത് മത്സരിക്കാൻ പോവുകയാണ്. ഗോപിക്ക് ഭ്രാന്തുണ്ടോ? നമുക്ക് ഈ രാഷ്ട്രീയമൊന്നും വേണ്ട. വേണം. എന്നെ തോൽപ്പിക്കാനായി അവൻ ഇവിടുന്ന് രാജിവെച്ചിറങ്ങിപ്പോയി. അവനെ തോൽപ്പിക്കാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗമാണ്. ഈ ഏടാകൂടത്തിൽ നമ്മൾ പോയി ചാടണോ ഗോപി? ഇതെന്റെ അവസാന തീരുമാനമാണ്. നീ എന്റെ കൂടെ നിൽക്കുമോ? തീർച്ചയായും. ഉണ്ണി, ഈ നാട്ടിലെ ഏറ്റവും ശക്തനായ നേതാവിനെ ഇന്ന് തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങണം. ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിലപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഞാൻ ഈ ചിത്രത്തിന് കീഴിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ സാർ ഈ വീടിന് ഗീതാസദനം എന്ന് പേരിട്ടിരിക്കുന്നത്? ഹേയ്, അതെന്റെ ഭാര്യയുടെ പേര് ഗീത എന്നായതുകൊണ്ടാണ്. ഏതായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മിസ്റ്റർ ഗോപിനാഥനെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെത്തി നിർത്തണമെന്നാണ് എന്റെ തീരുമാനം. അതെന്തോ എരപ്പാലത്തരമാണ് റവി. എന്നെയല്ലേ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുത്തത്? ഗോപി നിങ്ങളെക്കാൾ യോഗ്യനാടോ? ഞാൻ സ്വാതന്ത്ര്യ സമരസേന തന്നെയാണ്. അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? ഇയാൾ എന്തുവായി പറയുന്നത്? അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നതേ രാഷ്ട്രീയമായിട്ടാണോ? ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. തെമ്മാടിത്തരം കാണിച്ചാൽ ആർക്കുമാകാം. താനിക്ക് വന്നോളൂ. താൻ എന്തൊരു മനുഷ്യനാ! അയാൾ കൈ നിറച്ച് പണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്നും മേടിച്ചെടുക്കാൻ താൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ തനിക്കും കിട്ടൂടോ? എന്നാ അങ്ങേരാനാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ മിസ്റ്റർ ഗോപിനാഥ് എന്നേക്കാൾ യോഗ്യനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പിൻവലിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു. അപ്പൊ നേതാവേ, ഇനി എന്താ വേണ്ടത്? ഇനിയിപ്പോൾ വേണ്ടത് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ തന്നെ കാറുകൾ അയച്ചു വിളിപ്പിക്കണം. ഇന്നു മുതൽ ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം. ഇതാ പണം ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ എത്തിച്ചോളാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാകരുത്. നേതാവേ, കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കണം. ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ വിഷമമാണെങ്കിൽ പകുതി എന്നെ ഏൽപ്പിക്കാൻ ഞാൻ വെച്ചോളാം. അത് വേണ്ട. ഈ മണ്ഡലത്തിലെ ഖജാൻചി എന്റെ ഭാര്യയല്ലേ, അവൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ. ഇതേ എന്തോ എന്നെ വിളിച്ചു. ഐശ്വര്യമായിട്ട് ഈ പണം അലമാരി വെക്കൂ. എല്ലാത്തിനും കൃത്യമായി കണക്ക് വേണം. അത് പിന്നെ പ്രത്യേകിച്ച് എന്നോട് പറയണോ? നോ, ആരും എന്നെ ഉപദേശിക്കണ്ട. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിമാനം സൂക്ഷിക്കേണ്ടത് എന്റെ പണം കൊണ്ടല്ല. അത് ഞാൻ സമ്മതിക്കുകയില്ല. നിന്റെ സമ്മതം ഒരു പട്ടിക വേണ്ടടി. ഗോപി, ഇക്കാര്യത്തെ ചൊല്ലി നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. ഇക്കാര്യത്തിൽ ആര് വഴക്കിട്ടാലും എനിക്കൊരു പുല്ലുമില്ല. ഇതെന്റെ ജീവിതത്തിലെ കുരുക്ഷേത്ര യുദ്ധമാണ്. എന്നെ നശിപ്പിച്ചിട്ട് വേണോ ഈ യുദ്ധത്തിൽ ഇറങ്ങാൻ? ഈ അവസരത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിനക്ക് പണമാണ് വരുത്. ആ പണം ഞാനെടുത്ത് ചെലവഴിക്കാൻ പോവുകയാണ്. തടയാമെങ്കിൽ തടഞ്ഞോ. പോരാ പോവാ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു എന്റെ കുഞ്ഞ്? അയാൾ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. ഏറെ താമസിയാതെ മറ്റേ മുഖവും കൂടി കാണും. എന്താ മോനെ ഇതൊക്കെ? ക്ഷമിക്കണം അച്ഛാ, രജിസ്റ്റർ കച്ചേരി വെച്ച് ഞാനിവളെ വിവാഹം ചെയ്തു. അച്ഛനോട് പോലും ആലോചിക്കാതെ എനിക്ക് നടത്തേണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് നടത്തിയത് കൊണ്ട് ഇതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ മോനെ, നിന്റെ അപ്പച്ചിയുടെ പ്രകൃതം നിനക്കറിയാമല്ലോ. അച്ഛാ, ഞാൻ ഇന്നിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൾ ആത്മഹത്യ ചെയ്തേനെ. ഓഹോ, ശരി. ഇനി മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക. മോളെ ലീലേ, എന്താ അച്ഛാ? ഇതാരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? ചേച്ചി അല്ല, ഇന്നു മുതൽ ഇവൾ നിന്റെ നാത്തൂനാണ്. ആ, നാത്തൂനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോ. അമ്പടി കള്ളി, ആരെയും അറിയിക്കാൻ സംഗതി പറ്റിച്ചു കളഞ്ഞല്ലോ. ആ, ഞങ്ങളുടെ ഇലഞ്ഞിയും പൂക്കും. പിടയ്ക്കാതടി പെണ്ണെ, നിന്റെ കാര്യം ഞാൻ ശരിപ്പെടുത്തി തരാം.
വലതുകാൽ വെച്ച് കയറണം. ഹലോ, വരണം. ഇതെന്താ കരിങ്ങാലി വെള്ളം കുടിക്കുന്നത്? ഹേ, ഇത് അല്പം വിസ്കിയാണ്. ഞാനേ ഒരു മദ്യവർജന പ്രചരണ യോഗത്തിന് പോയിരുന്നു. എന്തൊരാൾക്കൂട്ടമായിരുന്നു. വല്ലാതെ ക്ഷീണിച്ചു പോയി. ഗീതേ, 2 ഗ്ലാസ് എടുക്കൂ. വേണ്ട, ഇലക്ഷൻ കഴിയുന്നത് വരെ ഞാൻ കുടിക്കുകയില്ലെന്ന് വെച്ചിരിക്കുക. ഹേയ്, അത് ശരിയല്ല. നമ്മുടെ അനുയായികളൊക്കെ പട്ടയാണ്. അവരുടെ ഒക്കെ കൂടെ കൂടിയാലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ. ഞാൻ പണവും കൊണ്ട് വന്നതാണ്. ഇന്ന് വലിയ അത്യാവശ്യമൊന്നും ഇല്ലായിരുന്നു. നല്ല ആളാ. അത്യാവശ്യം ഇല്ലായിരുന്നോ? ആ ആലുമൂട് വാർഡിലെ കൺവീനർ കാശിന് ഇന്നലെ മുതൽ തേരാപാരം നടക്കല്ലേ. ഓ, ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. നീ ആ കാശ് വാങ്ങി പെട്ടി വെക്കൂ. ഹലോ, അതെ, ഗീതാസുധനൻ തന്നെ. എന്താ? ഓഹോ, അത് കൊള്ളാമല്ലോ. ആ ശരി, വയ്ക്കട്ടെ. ആരാ ഗീതേ? പത്രാധിപരാ. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ വിവാഹം കഴിഞ്ഞെന്ന്. അതെന്നെ, മുറപ്പെണ്ണിനെ കിട്ടിയതെന്ന് പറഞ്ഞു. അമ്മയെയോ? ഗോപി, ഇതിലെന്തോ ചതിയുണ്ട്. അവളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുള്ളതായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ഉടനെ ഒരു ന്യൂസ് പത്രത്തിന് കൊടുക്കണം. അവിഹിത ഗർഭം, അതിനെ തുടർന്ന് പെണ്ണ് മോഷണം. നമുക്കിത് മുതലെടുക്കണം. എന്നെ സഹോദരി വെച്ചാലും മുതലെടുക്കേണ്ടത്. ഗോപി, നിന്ന് പോലീസിൽ ഫോൺ ചെയ്യുമോ? ഇന്ന് അവനെ അകത്താക്കണം. നീ കിടന്ന് ബേളം വയ്ക്കാതെ, ഞാൻ വേണ്ട. എന്താ സാറേ? ഒരു പെറ്റീഷൻ ഉണ്ട്. ചേച്ചിയുടെ ആയിരിക്കും. അതെ. അവരകത്തുണ്ട്. സാറ് തന്നെ ചോദിച്ചോ. വേണോ? എന്താ സാറേ? അപ്പച്ചിയുടെ മകളെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്നതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വന്നതാ. അമ്മണി, ഇവിടെ വരൂ. പെൺകുട്ടി ഇതാണ്. ഞങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചു. പിന്നെ ബലാത്കാരമായി പിടിച്ചിറക്കിക്കൊണ്ട് വന്നതാണോന്ന് സാറ് നേരിട്ട് ചോദിച്ചാൽ മതി. എന്നെ ആരും ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. ഞാൻ വേണുവേട്ടന്റെ കൂടെ സുമനസാലി ഇറങ്ങി വന്നതാണ്. എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത്. ഇതാ സാറേ സത്യം. ഇനിയും വല്ലതും അറിയണോ? ഞങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. വരട്ടെ. പോലീസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചിയെ പിടിച്ചോണ്ട് പോകുന്നു. എടി മണ്ടി, അച്ഛനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ഓർമ്മയായിരിക്കും മോൾക്ക്. അതൊക്കെ പണ്ടായിരുന്നു മോളെ. ഇപ്പൊ പോലീസ് നീതിയും ന്യായവും വിട്ട് പെരുമാറില്ല.